ഹായ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൗൺ പ്ലാനിംഗ് സർവേ ഗ്രേഡ് 2-ലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നതാണ്, എ വേസ്റ്റ് ഫ്രം ദ മാനുഫാക്ചർ ഓഫ് പിഗ് അയൺ ഈസ് യൂസ്ഡ് ഫോർ സിമെന്റ്. പിഗ് അയണിന്റെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ വേറൊരു സിമെന്റ് അല്ലെങ്കിൽ വേറൊരു സിമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് സിമെന്റ് ആണെന്ന് ചോദ്യം. നമ്മൾ പിഗ് അയൺ ഉണ്ടാക്കുമ്പോൾ വരുന്ന വേസ്റ്റിനെ നമ്മൾ സ്ലാഗ് എന്നാണ് പറയുന്നത്. അതുപോലെ പിഗ് അയൺ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ഫർണസിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സിമെന്റിന്റെ പേര് കണ്ടെത്താൻ എളുപ്പമാണ്. ആൻസർ ഇതാണ്, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെന്റ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വൈറ്റ് ലെഡ് ഇൻ പെയിന്റ് ആക്ടേഴ്സ്. പെയിന്റില് വൈറ്റ് ലെഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇതെന്ന് പറയുന്നത് നമ്മുടെ പെയിന്റിന്റെ ഒരു ഇൻഗ്രീഡിയൻസ്. പെയിന്റിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് എന്ത്, ഈ വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ പേരുകൾ നോക്കാം. അതിൽ വൈറ്റ് ലെഡ് വരുന്നുണ്ടോ നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്, ഫൈൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത സോളിഡ് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ പെയിന്റിന്റെ ഫോം ബൾക്ക് എന്താണ്? ബൾക്കും ബേസസ് തന്നെയാണ്. പെയിന്റിന് ഡ്യൂറബിലിറ്റി ഇടാനും പെയിന്റിന്റെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യാനും അല്ലെങ്കിൽ പെയിന്റ് ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷ്രിങ്കേജ് ക്രാക്കുകൾ കുറയ്ക്കാൻ എന്ത് സഹായമാകുന്നു? ബേസസ്. ഇപ്പൊ ബേസിന് എക്സാമ്പിൾസ് ആണ് വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, അയൺ ഓക്സൈഡ്, അലൂമിനിയം ബോർഡ്. അതുപോലെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. വെഹിക്കിൾസ് എന്ന് പറയുന്നത് ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ്. അതിന്റെ രണ്ട് ഫങ്ഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ? പെയിന്റിനെ ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കാം. അത് മാത്രമല്ല നമ്മുടെ പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസിനെ ബൈൻഡ് ചെയ്ത് വെക്കാനും ആര് സഹായിക്കും? വെഹിക്കിൾസ് സഹായിക്കും. വെഹിക്കിൾസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ലിൻസീഡ് ഓയിൽ, പോപ്പി ഓയിൽ, നട്ട് ഓയിൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഡ്രയേഴ്സ്. പേര് കേൾക്കുന്നതിന് അറിയാം, ഡ്രയേഴ്സ്. അപ്പൊ ഡ്രൈയിങ് പ്രോസസ് ആക്സിലറേറ്റ് ചെയ്യുക എന്നതാണ് ഡ്രയേഴ്സിന്റെ ഉദ്ദേശം. ഇത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനെ അബ്സോർബ് ചെയ്ത് ആർക്ക് കൊടുക്കും? ലിൻസീഡ് ഓയിലിന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഹാർഡൻ ആകും. അതാണ് ഡ്രയേഴ്സിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതുപോലെ കളറിംഗ് പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെയിന്റിന് കളർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് എന്ത്? കളറിംഗ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അത് നാച്ചുറൽ ഇതുണ്ട്, അത് പല ടൈപ്പ് മെറ്റൽ പൗഡേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതുപോലെ ലാസ്റ്റ് വരുന്നത് സോൾവെന്റ്സിനെ നമ്മൾ എന്ത് പറയാം? തിന്നേഴ്സ് എന്ന് പറയാം. പെയിന്റിനെ തിൻ ആക്കാനായിട്ട് അപ്പൊ നമുക്ക് ഈസിലി എന്ത് ചെയ്യാം? പെയിന്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് തിന്നേഴ്സിന്റെ ഉപയോഗം. ഒരു എക്സാമ്പിൾ സ്പിരിറ്റ് ഓഫ് ടർപ്പന്റൈൻ. ഇത് ഇത്രയുമാണ് നമ്മുടെ എന്ത്? പെയിന്റിന്റെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മുടെ ഈ വൈറ്റ് ലെഡ് എവിടെ വരുന്നത് നോക്കിയേ? ബേസസിൽ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ബേസസ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ പ്രോസസ് ബൈ വിച്ച് ദ ടിംബർ ഈസ് കട്ട് ആൻഡ് സ്വാൺ ഇൻ ടു സ്യൂട്ടബിൾ സെക്ഷൻസ്. അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ടിംബറിനെ കട്ട് ചെയ്ത് സ്യൂട്ടബിൾ സെക്ഷൻസ് ആക്കുന്ന പ്രോസസ് നമ്മൾ എന്താ പറയുക? ആൻസർ ഇതാണ്, കൺവേർഷൻ. ഓക്കെ, കൺവേർഷൻ ആണ് നമ്മൾ ടിംബർ കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിലേക്ക് മാറ്റുന്നതിനെ പറയുന്നത്. അതുപോലെ ഓപ്ഷനിൽ രണ്ട് ടേംസ് ഉണ്ട്, സീസണിങ്ങും പ്രിസർവേഷൻ. സീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ടിംബറിൽ എന്തുണ്ടാവും? ഒരു 50% മോർ ദാൻ ഒരു 50% എന്ത് തന്നെയായിരിക്കും? വാട്ടർ ആയിരിക്കും ടിംബറിൽ ഉണ്ടാവുക. അത് സ്വാപ്പിന്റെ ഫോമിലോ മോയ്സ്ചറിന്റെ ഫോമിലോ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഒഴിവാക്കണം. എന്ത് ചെയ്യണം? ബേസിക്കലി ടിംബറിനെ ഡ്രൈ ചെയ്യുക. അതാണ് സീസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടിംബർ ഡ്രൈ ചെയ്യുന്നതിനാണ് സീസണിങ് ഉദ്ദേശിക്കുന്നത്. അത് പല മെത്തേഡ് ഉണ്ട്. നാച്ചുറൽ മെത്തേഡ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഉണ്ട്. അങ്ങനെ പല മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ ചെയ്യുമ്പോൾ
ഇറഗുലർ ഡ്രൈയിങ് അല്ലെങ്കിൽ ഇറഗുലർ സീസണിങ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫൈബേഴ്സിൽ സ്ട്രെസ്സസും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്കും അത് ടിമ്പർ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പൊ സീസൺ ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് സീസണിങ് ചെയ്യാം. ലാസ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിസർവേഷൻ ആണ്. പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിമ്പർ സീസൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ടിമ്പറിന്റെ ലൈഫ് കൂട്ടാൻ അല്ലെങ്കിൽ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുന്ന ആ ടിമ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന സ്ട്രക്ചർ ഡ്യൂറബിൾ ആക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താണ് ഈ ടിമ്പറിനെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്ട്സും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ, ഫംഗസ്, ഇൻസെക്ട്സ്, അതിൽ നിന്നൊക്കെ ടിമ്പറിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് പ്രിസർവേഷൻ. കെമിക്കൽസ് ഉപയോഗിച്ചും അല്ലെങ്കിൽ പല ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ, പ്രിസർവ് ചെയ്യാനായിട്ട്. പല ഓയിൽസും അല്ലെങ്കിൽ കോൾട്ടർ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ചോദ്യത്തിന്റെ ആൻസർ ടിമ്പർ കട്ട് ആൻഡ് സോ ഓൺ സൂട്ടബിൾ സെക്ഷൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, കൺവേർഷൻ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ. സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ. ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും കാണുന്ന ടേം എന്ന് പറയുന്നത് സ്ലംബ്. സ്ലംബ്. അപ്പോൾ എന്താണ് സ്ലംബ് എന്ന് പറയുന്നത്? അപ്പോൾ അതൊരു ടെസ്റ്റ് ആണ്. സ്ലംബ് കൗണ്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി കണ്ടെത്താനാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി കണ്ടെത്താൻ നമ്മൾ എങ്ങനെ ഈ എത്ര നമുക്ക് എങ്ങനെ കോൺക്രീറ്റിനെ കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിക്കാണ് വർക്കബിലിറ്റി വെച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം എക്സ്പെരിമെന്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇത് ഒരു കോണാണ്, ഒരു ട്രങ്കേറ്റഡ് കോണാണ് പറയാം. ബേസ് ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആണ്, ടോപ്പിൽ ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണ്, 30 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യും. കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഇത് ഇങ്ങനെ വെക്കും, ഒരു ലെവൽ സർഫസിൽ വെച്ചിട്ട് 5 ലെയർ ആയിട്ട് കോൺക്രീറ്റിനെ എന്തിൽ ഫില്ല് ചെയ്യും, ഈ ഒരു കോണിൽ ഫില്ല് ചെയ്യും. 5 ലെയർ ആയിട്ട് അത് 25 ടൈംസ് ഒക്കെ ടാമ്പ് ചെയ്ത് നല്ല രീതിക്ക് ടാമ്പ് ചെയ്ത് നമ്മൾ 5 ലെയർ ആയിട്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹൂക്കിൽ പിടിച്ചിട്ട് ഇതിനെ മുകളിലേക്ക് പൊന്തിക്കും. നമ്മൾ കോൺക്രീറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് തന്നെ ഈ 2 ഹൂക്സിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു കോണിനെ മുകളിലേക്ക് എന്ത് ചെയ്യും, എടുക്കും, പൊന്തിക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഈ കോൺക്രീറ്റ് സബ്സൈഡ് ചെയ്യും. സബ്സൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു മെഷർമെന്റ് വാല്യൂ എടുക്കും. മെഷർമെന്റ് എന്ന് പറയുന്നത് ഈ കോണിന്റെ ടോപ്പിൽ നിന്നും ഈ കോൺക്രീറ്റ് സബ്സൈഡ് ചെയ്തതിന്റെ ഹയസ്റ്റ് പോയിന്റ് വരെയുള്ള, കോണിന്റെ ടോപ്പിൽ നിന്നും ഈ കോൺക്രീറ്റ് സബ്സൈഡ് ചെയ്ത ഹയസ്റ്റ് പോയിന്റ് വരെയുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. ആ വാല്യൂനെയാണ് എന്ത് പറയുക, സ്ലംബ് എന്ന് പറയുക. അപ്പോ നമ്മൾ നോക്കിയേ, ചോദ്യം സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് ആണ്. അപ്പൊ എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് എന്ത് ചെയ്യില്ല, സബ്സൈഡ് ചെയ്യില്ല, ഭയങ്കര സ്റ്റിഫാണ്. വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും, ഭയങ്കര സ്റ്റിഫായിരിക്കും. അപ്പൊ സബ്സൈഡ് ചെയ്യോ, അപ്പോ നമുക്ക് ഉണ്ടാവുന്ന സ്ലംബ് വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇവിടെ സ്ലംബ് ഉണ്ടാവോ, നോ സ്ലംബ്. സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റിന് നോ സ്ലംബ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് ഈ ഫിഗറിൽ കാണിച്ചിരുന്നത് പല ടൈപ്പ് സ്ലംബുകളാണ്. ഇത് ട്രൂ സ്ലംബ്, കൊളാപ്സിബിൾ സ്ലംബ്, ഷിയർ സ്ലംബ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ലംബ് വാല്യൂ 10-നും 13 mm ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ട്രൂ സ്ലംബ് എന്ന് പറയാം. നമ്മുടെ സ്ലംബ് വാല്യൂ ഗ്രേറ്റർ ദാൻ 150 mm ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം, കൊളാപ്സ്ഡ് അല്ലെങ്കിൽ കൊളാപ്സിബിൾ സ്ലംബ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിന്റെ ആൻസർ സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റിന്റെ ആൻസർ നോ സ്ലംബ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, the number of risers and threads required for a dog-legged stair if the height up to the top of the roof slab is 300 cm and rise 15 cm. ഒരു സ്റ്റെപ്പിന്റെ എത്ര റൈസർ വേണം, എത്ര ത്രെഡ് വേണം എന്നുള്ള ചോദ്യം. ഓക്കെ, അപ്പം ഓപ്ഷൻസ് ഇതാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു റൂം കാണിക്കാം. ഇത് എന്റെ ഫ്ലോർ ആണ്, ഇത് റൂഫ് സ്ലാബിന്റെ ടോപ്പ് വരെയാണ്. അപ്പൊ അതുവരെയുള്ള ഹൈറ്റ് 300 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു സ്റ്റെപ്പ് കൺസ്ട്രക്ട് ചെയ്യണം, ഇങ്ങനെ സ്റ്റെപ്പ് പൊക്കോണ്ടിരിക്കും. അപ്പോൾ സ്റ്റെപ്പിന്റെ ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ റൈസർ എന്ന് പറയാം. ഈ ഒരു റൈസറിനെ ഇതിനെ നമ്മൾ ത്രെഡ് എന്ന് പറയും. ത്രെഡും ഇത് റൈസറും. ഇപ്പൊ ചോദ്യം എത്ര റൈസറും എത്ര ത്രെഡും വേണം എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള റൈസ് എന്ന് പറയുന്നത് 15 cm. അപ്പൊ റൈസറിന്റെ വാല്യൂ 15 cm ആണ്. അപ്പൊ ആദ്യം നോക്കിയപ്പോൾ നമ്പർ ഓഫ് റൈസേഴ്സ് ആണ്. നമ്പർ ഓഫ് റൈസർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഹൈറ്റിനെ ഒരു റൈസറിന്റെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 300 ഡിവൈഡ് ബൈ 15, അപ്പം എന്ത് കിട്ടും, 20 റൈസേഴ്സ് കിട്ടി.
അപ്പൊ നമ്പർ ഓഫ് റൈസസ് കിട്ടി 20 എന്ന് കിട്ടി. അപ്പൊ ഓപ്ഷൻ ബിയും ഡിയും പോയെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ത്രെഡ് ആണ്. ത്രെഡ് എത്ര വേണമെന്ന് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് റൈസസ് -1. കാരണം നമ്മൾ ആദ്യം ഇവിടുത്തെ സ്ലാബും നമ്മൾ ഈ ലാസ്റ്റ് കയറി ചവിട്ടുന്നത് എവിടെയാണ്? ആ സ്ലാബിലേക്കാണ്, റൈസറിലേക്ക്, ത്രെഡിലേക്കോ റൈസറിലേക്കോ അല്ല, നമ്മൾ കയറി ചവിട്ടുന്നത് സ്ലാബിലേക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്പർ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൈസസ് -1. 20 -1 19 ത്രെഡ് ആണുള്ളത്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റിൻഡ്ഗാൽസ് എന്താണെന്നുള്ളതാണ്. റിൻഡ്ഗാൽസ്, അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടിംബറിന്റെ ഒരു ഡിഫക്ട്സ് ആണ്. ടിംബറിന്റെ ഡിഫക്ട്സ് ആണ് എന്ത്? റിൻഡ്ഗാൽസ് എന്ന് പറയുന്നത്. ടിംബറിന് കുറെ ഡിഫക്ട്സ് ഉണ്ട്. അതിൽ വരുന്ന ഒരു ഡിഫക്റ്റ് ആണ് എന്ത്? റിൻഡ്ഗാൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റിൻഡ്ഗാൽ എന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, സ്വെല്ലിംഗ് കോസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ലെയേഴ്സ് ഓവർ ദ വൂണ്ട്. ഞാനൊരു ഫിഗർ കാണിച്ചു തരാം. ഇതാണ് സംഭവം നമ്മുടെ റിൻഡ്ഗാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോർഷൻ, തടിയുടെ ഏതെങ്കിലും ഒരു പോർഷൻ, മരത്തിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വൂണ്ട് ഉണ്ടാവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പോ ഒരു പ്രശ്നം ഒന്നുമില്ല, ആ സ്വെല്ലിംഗ് ഉണ്ടാവുന്ന പോർഷനിൽ ആ ഒരു പോർഷനിലെ തടി എന്തായിരിക്കും? ഭയങ്കര വീക്ക് ആയിരിക്കും. നമുക്കത് പിന്നെ കൺസ്ട്രക്ഷൻസിനായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് മാറും. ഈ ഒരു ഡിഫക്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? റിൻഡ്ഗാൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, സ്വെല്ലിംഗ് കോസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ലെയർ ഓഫ് ദ വൂണ്ട് ആണ് എന്ത്? റിൻഡ്ഗാൽസ്. ഇനി അടുത്ത രണ്ട് ഓപ്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് കർവ്ഡ് സ്പ്ലിറ്റ്സ് വിച്ച് സെപ്പറേറ്റ് ദ ആനുവൽ റിംഗ്സ്. അതിനാണ് നമ്മൾ ഷെയ്ക്ക് എന്ന് പറയുന്നത്. എന്താണ്? ഷെയ്ക്സ്. അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ ഷെയ്ക്സ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ഷെയ്ക്കുകൾ ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഒക്കറിംഗ് ഇൻ ദ സെന്റർ ഓഫ് ദി ട്രീ. അതിന് നമ്മൾ എന്താ പറയാ? സ്പ്ലിറ്റ് എന്ന് തന്നെ പറയാം. ഓക്കെ. അടുത്ത ഓപ്ഷൻ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് the range of camber of cement concrete road surfaces in the heavy rainfall area to right rainfall area. ഒരു സിമന്റ് കോൺക്രീറ്റ് റോഡ് സർഫസിൽ ഹെവി റെയിൻഫോൾ ആണെങ്കിലും ലൈറ്റ് റെയിൻഫോൾ സമയങ്ങളിൽ നമ്മൾ റോഡിൽ പ്രൊവൈഡ് ചെയ്യേണ്ട കേംബറിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് റേഞ്ചസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ് ഈ പ്രോപ്പർ ആൻസർ എന്ന് നോക്കുക. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് കേംബർ എന്നുള്ളതാണ്. കേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് നോക്കുമ്പോൾ റോഡിന്റെ സെന്ററിൽ കുറച്ച് പൊന്തിയിട്ടുണ്ടാവും. ബാക്കിയുള്ള സൈഡിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പൊന്തിയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് സെന്ററിൽ പൊക്കവും താഴേക്ക് നമുക്ക് ലൈക്ക് കുറഞ്ഞായിരിക്കും വരുന്നുണ്ടാവുക. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രെയിനേജ് പർപ്പസിനാണ്. വന്ന് വീഴുന്ന റെയിൻഫോൾ പുറത്തേക്ക് പോകാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ കേംബർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ക്രോസ് സ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേംബറിനെ. ഓക്കെ. അപ്പൊ ഇത് പല ടൈപ്പ് കേംബേഴ്സ് ഉണ്ട്. സ്ലോപ്ഡ്, ഇപ്പൊ രണ്ട് സൈഡും ട്രയാങ്കിൾ ഷേപ്പിലേക്ക് സ്ലോപ്പ് ചെയ്ത് വരുന്നതാണെങ്കിൽ അത് ഞാൻ സ്ലോപ്ഡ് കേംബർ എന്ന് പറയും. പാരബോൾ എന്ന് പറയുമ്പോൾ ഇവിടെ പോർഷൻ പാരബോളിക്കലി ആയിരിക്കും. ഇത് കോമ്പോസ് എന്ന് പറയുമ്പോൾ ഇവിടെ പാരബോളിക്കലി, ഇവിടെ സ്ട്രേറ്റിലും അങ്ങനെ ഒരു ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് സിമന്റ് കോൺക്രീറ്റ്. അപ്പൊ ഈ ഒരു ടേബിളാണ് നമുക്ക് ആവശ്യമുള്ള ടേബിളാണ്. അപ്പൊ ചോദ്യം സിമന്റ് കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ ഹെവി റെയിൻഫാളിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1/50 to 1/60 ആണ് ലോ റെയിൻഫാൾ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ വിഡ്ത്ത് ഓഫ് റോഡ് വേ അറ്റ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ഓഫ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ റോഡ്സ്. സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ റോഡ്സിലെ റോഡ് വേ വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് ടേബിൾ പഠിച്ചു വെക്കുക. ഈ ടേബിൾ പഠിച്ചു നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ്റെ വിഡ്ത്ത് ആണ് 12 മീറ്റർ ടേബിൾ വരുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, 12 മീറ്റേഴ്സ് എന്നുള്ള ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ മേജർ ഡിസ്ട്രിക്ട് റോഡ് ആണെങ്കിലും അതർ ഡിസ്ട്രിക്ട് റോഡ് ആണെങ്കിലും ഈ ടേബിൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. അപ്പോൾ മെയിൻ ആയിട്ട് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേയുടെ വാല്യൂസ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിൽ പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്ത എന്ന് പറയുന്നത് PIV തിയറി ഈസ് റിലേറ്റഡ് ടു. PIV തിയറി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മളൊരു കാർ ഓടിച്ചു പോവുകയാണ്. നമ്മൾ കുറെ ദൂരെ നമ്മളൊരു എന്ത് കണ്ടു?
ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം കണ്ടു, നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വണ്ടി നിർത്തും. അപ്പോൾ ആ ഒരു നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടി കൊളിഷൻ ഉണ്ടാവുക, ആ ഒബ്സ്ട്രക്ഷൻ തട്ടി കൊളിഷൻ ഉണ്ടാവാണ്ട് നമ്മൾ വണ്ടീനെ നിർത്തും. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ പറയുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇതിൽ വരുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് എന്താണ്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അതിൽ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടു, അവർ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുക, നമ്മൾ ഇതാണ് ചെയ്യണം, ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ വരും, അല്ലെങ്കിൽ ബ്രെയിനിൽ ഒരു ഇമ്പൾസ് കിട്ടും. ആ ഒരു ടൈമിൽ നമ്മൾ പറയാ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിന്നു ആ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് എന്ന് പറയാ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്തൊക്കെയുണ്ട്? ലാഗ് ഡിസ്റ്റൻസും ബ്രേക്കിംഗ് ഡിസ്റ്റൻസും. ഇതില് ലാഗ് ഡിസ്റ്റൻസിൽ വരുന്ന സംഭവമാണ് എന്ത്? PIV തിയറി. അപ്പൊ നമുക്ക് PIV തിയറി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ P എന്ന് പറയുന്നത് പെർസെപ്ഷൻ, I ഇന്റലക്ച്വൽ, E ഇമോഷൻ, V വൊളിഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്സെക്ഷനെ കണ്ടു, അതിനെപ്പറ്റി നമ്മളൊരു അവെയർ വന്നു, നമുക്ക് ആ ഒരു സംഭവം കണ്ട് ആ ഒരു ഇമ്പൾസ് എവിടെ എത്തി? ബ്രെയിനിലെത്തി. ഈ ഒരു ടൈമിനെയാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് I ഇന്റലക്ഷൻ ടൈം. ഇന്റലക്ഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു മനസ്സിലാക്കി, അതിനെയാണ് മനസ്സിലാക്കി ആ ഒരു ടൈമിനെയാണ് നമ്മൾ പറയുന്നത് ഇന്റലക്ഷൻ ടൈം എന്ന് പറയുന്നത്. അടുത്ത് ഇമോഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കണ്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് എന്താണ് പേടി വരും, അല്ലെങ്കിൽ ടെൻഷൻ വരും, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പല ഇമോഷണൽ, പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദേഷ്യം വരും, നമ്മൾ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് നമുക്കൊരു പേടി വരും, അല്ലെങ്കിൽ ഒരു ഇമോഷൻ വരും. ആ ഇമോഷൻ വരുന്ന ആ ഒരു ടൈമിനാണ് എന്ത് പറയുന്നത്? ഇമോഷണൽ ടൈം എന്ന് പറയുന്നത്. അടുത്തത് വൊളിഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പെർഫെക്റ്റ് ആക്ഷൻ ടൈമാണ്. നമ്മളത് ബ്രേക്ക് ചെയ്യുന്നു, ആ ഒരു പെർ ടൈം നമ്മൾ ആക്ഷൻ ചെയ്യുന്ന ടൈമിനാണ് എന്ന് പറയുന്നത് വൊളിഷൻ ടൈം എന്ന് പറയുന്നത്. ഈ 4 ടേംസും എന്താണ് മെയിൻ സൂചിപ്പിക്കുന്നത്? ഒരു ഡ്രൈവറിന്റെ റിയാക്ഷനെ പറ്റിയിട്ടല്ലേ? ഒരു ഡ്രൈവറിന്റെ റിയാക്ഷനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ PIV തിയറി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവറിന്റെ റിയാക്ഷൻ ടൈമിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ബൈ ഇമ്പാക്ട് ടെസ്റ്റ് വി ക്യാൻ ഇവാലുവേറ്റ്. ഇമ്പാക്ട് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അഗ്രിഗേറ്റിന്റെ ഒരു ടെസ്റ്റ് ആണ്. അപ്പോൾ ഇമ്പാക്ട് ടെസ്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു ഇമ്പാക്ട് ടെസ്റ്റ് മെഷീനാണ്. നമ്മൾ അഗ്രിഗേറ്റ്സ് എന്ത് ചെയ്യും? ഇത്ര ഒരു മോൾഡ് ഉണ്ട്, നമ്മൾ മോൾഡിന് വെയിറ്റ് എടുത്ത് അഗ്രിഗേറ്റ്സ് നമ്മൾ ഫില്ല് ചെയ്ത് അത് വെയിറ്റ് എടുത്ത് വെക്കും. എന്ത് ചെയ്യും? എന്നിട്ട് ഇമ്പാക്ട് നമ്മൾ സഡൻ ലോഡിംഗ് ആണ്. നമ്മൾ ആ ടേം പറയുമ്പോൾ സഡൻ അല്ലേ? അപ്പം ഈ ഒരു സംഭവം നമ്മൾ സഡൻ ആയിട്ട് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും, വന്നിടിക്കും, പിന്നെ എടുത്ത് പൊക്കി വെച്ചിട്ട് പിന്നെയും റിലീസ് ചെയ്ത് ഇടിക്കും. ഒരു 15 ടൈംസ് ബ്ലോ ചെയ്തതിനു ശേഷം ഈ മോൾഡിലുള്ള അഗ്രിഗേറ്റ്സ് നമ്മൾ സേവ് ചെയ്യും. ആ സേവ് ചെയ്ത് നമുക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്ത ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് എന്ത്? ഇമ്പാക്ട് ടെസ്റ്റിന്റെ നമുക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ടഫ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് കട്ടിംഗ് ആൻഡ് റിമൂവിംഗ് സോയിൽ, ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് ഡംപിംഗ് ഇറ്റ് ആസ് എ സ്പോയിൽ ബാങ്ക്. അത് എന്താ പറയുന്നതാണ്? നമ്മുടെ ആൻസർ എക്സ്കവേഷൻ ആണ്. നമ്മൾ സോയിൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് 50 മീറ്റർ വരെ ഡംപ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്കവേഷൻ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ വരേണ്ട, നമ്മൾ സോയിൽ കട്ട് ചെയ്യുന്നതിന് മാത്രമല്ല എക്സ്കവേഷൻ എന്ന് പറയുന്നത്, അങ്ങനെയല്ല. നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് 50 മീറ്റർ വരെ നമ്മൾ അതിനെ കൊണ്ട് ഡംപ് ചെയ്യുന്നതിന് എന്ത് പറയാം? നമുക്ക് എക്സ്കവേഷൻ എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് സ്പോയിൽ ബാങ്ക് ടേം ഉണ്ട്. സ്പോയിൽ ബാങ്ക് എടുത്ത് ബാക്കി വരുന്നത് നമ്മൾ സോയിലിനെ കൊണ്ട് റിമൂവ് ചെയ്ത് കളയുന്നതിന് നമ്മൾ പറയുന്നത് സ്പോയിൽ ബാങ്ക്, കൊണ്ടിരുന്ന സ്ഥലത്ത് സ്പോയിൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? എക്സ്കവേഷൻ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ദ സോഫ്റ്റനിങ് പോയിന്റ് ഓഫ് വേരിയസ് ബിറ്റുമിൻ ഗ്രേഡ്സ് യൂസിങ് ഇൻ പേയ്മെന്റ് ജോബ്സ്. നമ്മൾ പേയ്മെന്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന ബിറ്റുമിന്റെ ഗ്രേഡ് സോഫ്റ്റനിങ് പോയിന്റ് റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ടേബിൾ കാണിച്ചു തരാം. ആ ടേബിളിൽ പല ക്യാരക്ടറിസ്റ്റിക്സ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബിറ്റുമിൻ ഗ്രേഡുകളാണ്, പല ഗ്രേഡുകളാണ് ബിറ്റുമിന്റെ. അപ്പോൾ സോഫ്റ്റനിങ് പോയിന്റ് വാല്യൂസ് 35 to 50, 40 to 55, 50 to 65, 65 to 80. നമ്മുടെ ഒരു ആവറേജ് റേഞ്ച് നോക്കിയാൽ
എന്ത് പറയാം 35 to 80 അല്ലെങ്കിൽ 35 to 75 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ത് പറയാം ടെമ്പറേച്ചർ ആ ഒരു സോഫ്റ്റനിങ് പോയിന്റ് വേരിയേഷൻ പറയാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് 35 ഡിഗ്രി to 75 ഡിഗ്രി ഓപ്ഷൻസ്. പക്ഷെ നമുക്ക് ഡക്ടിലിറ്റി വാല്യൂസും അല്ലെങ്കിൽ പെനിട്രേഷൻ വാല്യൂവും അങ്ങനെ പല ഫ്ലാഷ് പോയിന്റ് റേഞ്ചും അങ്ങനെ പല ഗ്രേഡിനുള്ള പല വേരിയേഷൻസ് ഉള്ള പല വാല്യൂസും നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ടേബിളിൽ നിന്ന് നോക്കി വെക്കുന്നവർക്ക് ഉപയോഗം ആയിരിക്കും. ഇപ്പൊ സോഫ്റ്റ്നിങ് പോയിന്റ് ചോദിച്ചു, ഇനി ഡക്ടിലിറ്റി ചോദിക്കാം, പെനിട്രേഷൻ വാല്യൂ ചോദിക്കാം. ഓക്കെ, ഇതൊന്ന് നോക്കി വെക്കും ടേബിളിൽ നിന്ന്. അടുത്ത ചോദ്യം, ദ റോഡ് ഇന്റർസെക്ഷൻ വെയർ ആൾ കൺവേർജിംഗ് വെഹിക്കിൾസ് ആർ ഫോഴ്സ്ഡ് ടു മൂവ് അറൌണ്ട് എ സെൻട്രൽ ഏരിയ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്. നമ്മളിപ്പം റോഡിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും റോഡിൽ ഇങ്ങനെ പോയി നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് സ്ഥലത്ത് നമ്മളിങ്ങനെ വണ്ടി ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നത്, നമുക്ക് അടുത്ത നമ്മുടെ ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വെഹിക്കിൾസ് വന്നു, എല്ലാത്തിനെയും ഒരു സെൻട്രൽ ഏരിയയിൽ ഒരു റൗണ്ട് ആയിട്ട് നമുക്ക് കറക്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോകുന്നത്. ഈ ഒരു സംഭവത്തിനെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ റോട്ടറി ഐലൻഡ്സ്. എന്താണ് റോട്ടറി ഐലൻഡ്സ്? ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അൺചാനലൈസ്ഡ് സെക്ഷൻസ് ആണ്. ചാനൽസ് ഒന്നുമില്ല, വെഹിക്കിൾസിന് എങ്ങനെ വേണോ പോവാം. ഇവിടെ എന്തെങ്കിലും റോട്ടറി ഐലൻഡ് അങ്ങനെയൊന്നുമില്ല. വെഹിക്കിൾസ് കൊളാഷ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതെന്താണ്, നമ്മൾ ലോ ട്രാഫിക് ഏരിയസിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? റോട്ടറി ഐലൻഡ്സ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് വേ ഈസ്. റൈറ്റ് ഓഫ് വേ എന്താണെന്നതാണ് ചോദ്യം. ഇത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഒരു ഫിഗർ കാണാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു റോഡിന്റെ ക്രോസ് സെക്ഷൻ ആണ്. അതിൽ പല ടേംസ് ഉണ്ട്. കാരിയേജ് വേ എന്ന് നമ്മൾ റോഡ് തന്നെയാണ്, നമുക്ക് വെഹിക്കിൾസ് പോകാൻ അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. ആ ഒരു റോഡ് ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കാരിയേജ് വേ എന്ന് പറയുന്നത്. കാരിയേജ് വേ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് രണ്ട് സൈഡിലേക്കായിട്ട് കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ട്, ഷോൾഡേഴ്സ്. രണ്ട് സൈഡിലേക്ക് കുറച്ച് ഏരിയ എടുത്തിട്ടുണ്ട്, അതിനെ ഷോൾഡേഴ്സ് എന്ന് പറയാം. അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മാർജിൻസ് ഉണ്ട്, കുറച്ച് മാർജിൻ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡിന് വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ ഈ കാരിയേജ് വേയും ഈ രണ്ട് സൈഡിലുള്ള ഷോൾഡേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എന്ത്, റോഡ് വേ എന്ന് പറയുന്നത്. അതുപോലെ റോഡ് വേന്റെ കൂടെ ഈ രണ്ട് മാർജിൻസ് ഇവിടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള ടോട്ടൽ ഏരിയനെ നമ്മൾ എന്ത് പറയാം, റൈറ്റ് ഓഫ് വേ എന്ന് പറയാം. അപ്പോ ആൻസർ എന്താണ്? ദ ഏരിയ ഓഫ് ലാൻഡ് അക്വയർഡ് ഫോർ ദ റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെന്റ്. ടോട്ടൽ റോഡിന് വേണ്ടിയിട്ട് ടോട്ടലായിട്ട് നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്ന ഏരിയ ആണ് നമ്മൾ എന്ത് പറയാ, റൈറ്റ് ഓഫ് വേ എന്ന് പറയാം. ഓക്കെ, ഇപ്പോ എന്തെങ്കിലും ഫർദർ ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ആ ഒരു ടോട്ടൽ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. എന്ത് വേണ്ടിയിട്ട്, റോഡിന്റെ അല്ലെങ്കിൽ ഹൈവേയുടെ ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ടോട്ടൽ ഏരിയ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു റൈറ്റ് ഓഫ് വേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് ഓഫ് വേയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്ക് ഇത്ര വേണം, മേജർ ഡിസ്ട്രിക്ട് റോഡിന് ഇത്ര വേണം, അതർ ഡിസ്ട്രിക്ട് റോഡിന് ഇത്ര വേണം എന്നുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏരിയ ആൻഡ് സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കുലർ ലാമിന ഓഫ് ഡയമീറ്റർ ഡി. ഒരു ഡി ഡയമീറ്ററുള്ള ഒരു സെമി സർക്കുലർ ലാമിനന്റെ ഏരിയയും സെൻട്രോയിഡും ആണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. അപ്പൊ നമ്മളൊരു സെമി സർക്കിൾ കാണിക്കുക. സെമി സർക്കിളിന്റെ അത് സർക്കിളിന്റെ ഏരിയ നമ്മൾ πr സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ എന്ത്, സെമി സർക്കിളിന്റെ ഏരിയ πr സ്ക്വയർ ബൈ 2. ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം ഡയമീറ്റർ ടേംസിലാണ്. സോ റേഡിയസ് ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് πd സ്ക്വയർ ബൈ 8 എന്ന് കിട്ടി. ഓക്കെ, ഇനി സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സെമി സർക്കിൾ സെൻട്രോയിഡ്. അതിന്റെ എക്സ് ബാർ 0 ആയിരിക്കും. വൈ ബാർ എന്ന് പറയുന്ന ആൻസർ സ്റ്റാൻഡേർഡ് പഠിച്ചു വെക്കുക. ഒരു ഡെറിവേഷൻ ഉണ്ട്, ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, പഠിച്ചു വെക്കുക. 4r/3π ആണ് നമ്മുടെ സെൻട്രോയിഡിന്റെ വാല്യൂ. 4r/3π. നമ്മൾ ആറിന് എന്ത് കൊടുക്കുക, d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, 2r/3π 2d/3π എന്നൊക്കെ കിട്ടും, ആൻസർ കിട്ടും. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, πd സ്ക്വയർ ബൈ 8 2d/3π. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, the path traveled by a projectile in air. The path traveled by a projectile in air. എലിപ്സ് ആണോ, പാരബോളയാണോ, ഹൈപ്പർബോളയാണോ, സർക്കിൾ ആണോ? നമ്മുടെ ആൻസർ
പാരബോളയാണ്. എന്ത് പ്രൊജക്ടൈൽ മോഷൻ ആണ്, ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ബോൾ എറിയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നതാണ് പാരബോളിക് ആയിരിക്കും. പാരബോളയാണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ കാർ മൂവിംഗ് അറ്റ് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ഇറ്റ് സ്റ്റോപ്സ് ഇൻ 4 സെക്കൻഡ്സ്. ഒരു കാർ മൂവ് ചെയ്യാണ്, 30 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അത് 4 സെക്കൻഡിൽ കാർ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം, v is equal to u plus at. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, അപ്പം ആൻസർ 0. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, 30 മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ അറിയില്ല, ടൈം 4 സെക്കൻഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കിട്ടുന്ന വാല്യൂ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമ്മൾ കാർ സ്റ്റോപ്പ് ചെയ്യാണ്, അപ്പൊ അത് ആക്സിലറേഷൻ അല്ല ഡീസലറേഷൻ ആണ്. നമ്മൾ ആൻസർ എന്ത് എടുക്കണം? മൈനസ് വാല്യൂ എടുക്കണം. ഇനി ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് s is equal to ut plus half at സ്ക്വയർ. ഇതിൽ u അറിയാം, t അറിയാം, a എന്ന് കൊടുക്കുക, എക്ക് -5 കൊടുക്കുക. നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 40 മീറ്റേഴ്സ്. നമ്മുടെ ഓപ്ഷൻ സി 40 മീറ്റർ ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ചോദ്യം, if two forces 8 kilonewton and 6 kilonewton are at right angles to each other, their resultant forces will be. രണ്ട് ഫോഴ്സസ് 8 കിലോന്യൂട്ടണും 6 കിലോന്യൂട്ടണും റൈറ്റ് ആംഗിൾസ് ആണ് ഇരിക്കുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ് ചോദ്യം. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. റിസൾട്ടന്റ് F is equal to root of p square plus q square plus 2pq cos theta. P എന്ന് പറയുന്നത് 8 കിലോന്യൂട്ടൺ ആണ്, Q എന്ന് പറയുന്നത് 6 കിലോന്യൂട്ടൺ ആണ്. ഇത് തമ്മിലുള്ള ആംഗിൾ ആണ് ഞാൻ തീറ്റ എഴുതുന്നത്. ഇവിടെ തീറ്റ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ cos 90 0 ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറി? root of p square plus q square. root of 8 square plus 6 square. എന്തായി? 10 കിലോന്യൂട്ടൺ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 10 കിലോന്യൂട്ടൺ. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.